ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ വ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ദുബായിലെത്തി. അവിടെ നമ്മൾ നേരെ അൽസീഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽസീഫിൽ പോകുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതേ നമ്മുടെ മൽക്ക അജ്മലിൻ്റെ കൂടെ ആദ്യം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തിയതും നമ്മളിതേ അവിടുത്തെ കുറേ ട്രഡീഷൻസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ അവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് നോക്കുകയെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒന്നുമല്ല, ഓൾഡ് ടൈപ്പ് നമ്മളുടെ പഴയ ഇവിടുത്തെ ട്രഡീഷൻസ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആയിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അൽസീഫിലെത്തിയാലുള്ള മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആസ്തറ്റിക് ആയിട്ടുള്ള കുറച്ച് റീൽസൊക്കെ എടുക്കുക, പിന്നെ ഫോട്ടോസ് എടുക്കുക, പിന്നെ അവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അൽസീഫിലാണ് ഉള്ളത്. എന്ത് തോന്നുന്നു സെല്ലു അൽസീഫ് കണ്ടിട്ട്? എന്തെങ്കിലും പറ്റി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹെറിറ്റേജ് ടൈപ്പ് അതല്ല, നമ്മുടെ ഖത്തറിലെ ആ ഒരു വൈബ് തന്നെ ഉള്ളൂ അല്ലേ? അത്ര തന്നെ ഉള്ളൂ. ഒരു ഫ്രണ്ടേജ് ഇതുണ്ട്. ഇത് കനാലാ? ഇവിടെ ഇങ്ങനെ ഒരു കനാലുണ്ട്, അതേ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ആ ഒരു വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് ആ ഒരു കനാലാണോ എന്താണ് ഇതിന് പറയുന്നല്ലോ. വാട്ട് ഈസ് ദിസ് മൽക്ക? എന്താ നിന്റെ ഉദ്ദേശം? നീ ഓനെ മുടിപ്പിക്കാനാണോ വന്നത്? ആണോ? ഇതെന്തത്? കിട്ടണില്ലേ? ഇതാരാ വാങ്ങിച്ചത്? ഹെച്ച്മൽക്കാക്ക ഇന്ന് ഇവിടെ സ്റ്റാർ ഓഫ് ദി ഡേ ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. എല്ലാ ഏരിയാസിലും അവിടെയുള്ള ഓരോ ഏരിയാസിലും നമ്മൾ പോയി നടന്ന് കണ്ടു. ഇവിടെ വന്നാൽ മെയിനായിട്ട് നമ്മൾ നടക്കുക, പ്ലേസസൊക്കെ കാണുക, ഇതൊക്കെ തന്നെയാണ്. ഇവിടെ അധികം ഒരുപാട് ഷോപ്സാണുള്ളത്. അപ്പോൾ ഷോപ്സിൽ കയറുക, അവിടുത്തെ ഓരോ പ്രൊഡക്ട്സ് നോക്കുക, നമ്മളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരിക. ഇതൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മക്ഡൊണാൾഡ്സും ഉണ്ടായിരുന്നു. ആ മക്ഡൊണാൾഡ്സും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റപ്പിലുള്ള തന്നെയായിരുന്നു. അപ്പം എന്തായാലും നമ്മളിതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അൽസീഫിൽ നിന്ന്. എന്തായാലും ദുബായ് അൽസീഫ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഒന്നാമത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ അധികം ആളുകൾ ഇവിടെ വന്ന് പോകാറുണ്ട്. പിന്നെ നമുക്ക് ഒന്നാമത് ഇവിടെ വന്നാൽ നമുക്ക് ഫീൽ ചെയ്യാന്നുള്ള കാര്യം ഇവിടുത്തെ പഴയകാല ട്രഡീഷൻസ് ഒരു രക്ഷയില്ലാതെ നമുക്ക് കിട്ടും. ഇവരുടെ പഴയകാല ഡ്രസ്സസ്, പിന്നെ ഇവർ പഴയകാല വീടുകളെ പോലെയാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അവിടുന്ന് നേരെ ഇറങ്ങിയത് ഇതേ നമ്മുടെ ദുബായ് സിറ്റി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ ദുബായ് സിറ്റിയിലൂടെയുള്ള ഈ ഒരു യാത്ര. അങ്ങനെ നമ്മൾ വിചാരിച്ചു പിന്നെ നേരെ ദുബായ് മാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ദുബായിൽ വന്നാൽ മെയിനായിട്ട് ദുബായ് മാളിലല്ലേ പോകേണ്ടത്. അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്താണ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതേ ദുബായ് മാളിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.